റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോസ്കോ മേഖലയിലെ സുക്കോവ്സ്കിയിലുള്ള പ്രശസ്തമായ ഗ്രോമോവ് ഫ്ലൈറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചതും അവിടുത്തെ അത്യാധുനിക വിമാനങ്ങൾ വിലയിരുത്തിയതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ റഷ്യയുടെ ആഭ്യന്തര വ്യോമയാന വ്യവസായത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ സന്ദർശനം. കേവലം ഒരു ഔദ്യോഗിക സന്ദർശനത്തിനപ്പുറം റഷ്യ സ്വന്തം നിലയിൽ സാങ്കേതിക മുന്നേറ്റം കൈവരിക്കുന്നുവെന്ന ശക്തമായ സന്ദേശം ലോകത്തിന് നൽകാൻ ഇതിലൂടെ പുടിന് സാധിച്ചു. ഗവേഷണ കേന്ദ്രത്തിലെത്തിയ പുടിൻ റഷ്യയുടെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട വിമാനങ്ങളുടെ കോക്പിറ്റിൽ നേരിട്ട് കയറിയിരുന്നാണ് വിമാനങ്ങളുടെ സവിശേഷതകൾ പരിശോധിച്ചത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. വിമാനത്തിന്റെ അത്യാധുനിക നിയന്ത്രണ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. റഷ്യയുടെ തദ്ദേശീയ വ്യോമയാന മേഖലയിലെ വിപ്ലവകരമായ ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്ന MS-21 310 എന്ന ഇടത്തരം യാത്രാ വിമാനമാണ് പുടിൻ പ്രധാനമായും പരിശോധിച്ചത്. പാശ്ചാത്യ നിർമ്മിത വിമാനങ്ങൾക്ക് ബദലായി റഷ്യ വികസിപ്പിച്ചെടുത്ത ഒന്നാണിത്. ഈ വിമാനത്തിന്റെ ഉള്ളിലേക്ക് കയറി അദ്ദേഹം അതിന്റെ രൂപകൽപ്പനയും യാത്രക്കാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും അതീവ താല്പര്യത്തോടെയാണ് വീക്ഷിച്ചത്. തുടർന്ന് റഷ്യയുടെ മറ്റൊരു അഭിമാനമായ SJ-100 വിമാനത്തിലും പുടിൻ പരിശോധന നടത്തി. വിമാനത്തിന്റെ കോക്പിറ്റിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ച അദ്ദേഹം അതിന്റെ അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളെയും എഞ്ചിൻ നിയന്ത്രണങ്ങളെയും കുറിച്ച് ചോദിച്ചറിഞ്ഞു. യാത്രാ വിമാനങ്ങൾക്ക് പുറമെ Il-114-300 എന്ന ടർബോപ്രേപ്പ് വിമാനവും പുടിൻ സന്ദർശന വേളയിൽ വിലയിരുത്തി. റഷ്യയിലെ ദുർഘടമായ പ്രദേശങ്ങളിലും പ്രാദേശിക റൂട്ടുകളിലും സർവീസ് നടത്താൻ അനുയോജ്യമായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ അത്യാധുനിക വിമാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ ഡിസൈനർമാരുമായും എഞ്ചിനീയർമാരുമായും പുടിൻ സന്ദർശനത്തിനിടെ ദീർഘനേരം സംസാരിച്ചു. വിമാനങ്ങളുടെ നിർമ്മാണ പ്രക്രിയയിൽ നേരിട്ട വെല്ലുവിളികളെ കുറിച്ചും അവ എങ്ങനെ മറികടന്നു എന്നതിനെ കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. വിമാനത്തിന്റെ ഉൾവശം പരിശോധിക്കുന്നതിനിടയിൽ അതിലെ യാത്രാ സൗകര്യങ്ങളെ കുറിച്ച് പുടിൻ പ്രത്യേകമായി പരാമർശിക്കുകയുണ്ടായി. വിമാനം എത്രത്തോളം സൗകര്യപ്രദവും ആധുനികവുമാണെന്ന് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നവരോട് വിളിച്ചു പറയുന്നത് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായി കേൾക്കാം. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക സാങ്കേതിക ഉപരോധങ്ങളെ റഷ്യ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ സന്ദർശനം. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സ്വന്തം നിലയിൽ വിമാനങ്ങൾ നിർമ്മിച്ച് റഷ്യ മുന്നേറുകയാണ്. ബോയിങ്, എയർബസ് തുടങ്ങിയ ആഗോള വിമാന നിർമ്മാണ ഭീമന്മാർക്ക് വലിയൊരു വെല്ലുവിളിയായി മാറാൻ റഷ്യൻ വിമാനങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പുടിൻ നേരിട്ടെത്തി ഈ പ്രൊജക്ടുകൾക്ക് നൽകുന്ന പിന്തുണ ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഏഷ്യൻ, ആഫ്രിക്കൻ വിപണികളിലേക്ക് ഈ വിമാനങ്ങൾ എത്തിക്കാനാണ് റഷ്യ പദ്ധതിയിടുന്നത്. ഇത് അന്താരാഷ്ട്ര വ്യോമയാന വിപണിയിലെ സമവാക്യങ്ങളെ മാറ്റിമറിച്ചേക്കാം. റഷ്യയുടെ സൈനിക രംഗത്തെ പോലെ തന്നെ സിവിൽ വ്യോമയാന മേഖലയും അതീവ ശക്തമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. കോക്പിറ്റിലിരിക്കുന്ന പുടിന്റെ ചിത്രങ്ങൾ വെറുമൊരു മാധ്യമ ദൃശ്യമല്ല, മറിച്ച് റഷ്യയുടെ അധികാരത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രകടനമാണ്. ശത്രു രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് മുൻപിൽ റഷ്യ തലകുനിക്കില്ല എന്ന രാഷ്ട്രീയ സന്ദേശവും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. തദ്ദേശീയമായ ഉൽപാദനത്തിന് റഷ്യൻ സർക്കാർ നൽകുന്ന മുൻഗണനയാണ് ഈ വിമാനങ്ങളുടെ വിജയത്തിന് പിന്നിൽ. വിദേശ നിർമ്മിത ഭാഗങ്ങൾക്ക് പകരം റഷ്യയിൽ തന്നെ നിർമ്മിച്ച എഞ്ചിനീയറിംഗ് ഘടകങ്ങളാണ് ഈ വിമാനങ്ങളിൽ ഭൂരിഭാഗവും ഉപയോഗിച്ചിരുന്നത്. ഇത് രാജ്യാന്തര ആഭ്യന്തര തൊഴിൽ മേഖലയ്ക്കും വ്യവസായങ്ങൾക്കും വലിയ ഉത്തേജനമാണ് നൽകുന്നത്. സ്വയം പര്യാപ്തതയിലേക്കുള്ള റഷ്യയുടെ പ്രയാണം അതിവേഗത്തിലാണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. മോസ്കോ മേഖലയിലെ സുക്കോവ്സ്കി എപ്പോഴും റഷ്യയുടെ വ്യോമയാന പരീക്ഷണങ്ങളുടെ പ്രധാന കേന്ദ്രമാണ്. അവിടെ വെച്ച് തന്നെ ഇത്തരമൊരു പ്രദർശനം ഒരുക്കിയതും പ്രസിഡന്റ് അത് സന്ദർശിച്ചതും തന്ത്രപരമായ നീക്കമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പൈലറ്റുമാരും ശാസ്ത്രജ്ഞരും അണിനിരക്കുന്ന ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ റഷ്യൻ ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് സംപ്രേഷണം ചെയ്തത്. റഷ്യൻ ജനതയ്ക്ക് രാജ്യത്തിന്റെ സാങ്കേതിക വളർച്ചയിൽ വലിയ അഭിമാനം തോന്നാൻ ഇത് കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെല്ലാം താൽക്കാലികം മാത്രമാണെന്ന ചിന്ത ജനങ്ങളിൽ വളർത്താൻ ഭരണകൂടത്തിന് ഇതിലൂടെ സാധിച്ചു. യൂറോപ്യൻ യൂണിയനും നാറ്റോയും റഷ്യക്കെതിരെ സൈനികവും സാമ്പത്തികവുമായ നീക്കങ്ങൾ ശക്തമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ആഭ്യന്തര മുന്നേറ്റങ്ങൾ റഷ്യക്ക് നയതന്ത്രപരമായ മേൽക്കൈ നൽകുന്നുണ്ട്.
തങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ലെന്ന് റഷ്യ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. വ്ളാഡിമിർ പുടിന്റെ ഗ്രോമോവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശനവും പുതിയ വിമാനങ്ങളുടെ വിലയിരുത്തലും റഷ്യയുടെ ഭാവിയിലേക്കുള്ള ചുവടുവെപ്പാണ്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ റഷ്യക്ക് കഴിയുമെന്ന് ഈ വിമാനങ്ങൾ തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വിമാനങ്ങളുടെ കൂടുതൽ പരീക്ഷണ പറക്കലുകളും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കാം. ലോക വ്യോമയാന ചരിത്രത്തിൽ റഷ്യ തങ്ങളുടെ പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.